ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇനി നമ്മൾ കോൺസെപ്റ്റ് മാപ്പിലൂടെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സിൽ ഇതുവരെ ചോദിച്ച എല്ലാ നീറ്റ് ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്തുകൊണ്ട് നീറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് മനസ്സിലാക്കി ആ രൂപത്തിലാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് മാപ്പിന്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർത്തു വെക്കാനും ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനും ഒക്കെ ഉള്ള രൂപത്തിലാണ് ഈ ജേർണി മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ക്യാൻ ഫ്ലോ. ലിക്വിഡിനെയും ഗ്യാസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ ഫിനോമിനൻസും എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ ലോസും ഒക്കെ ഫ്ലൂയിഡ്സിന്, അതായത് ലിക്വിഡിനും ഗ്യാസിനും അപ്ലിക്കബിൾ ആണ്. ദെൻ ഫസ്റ്റ് ജംഗ്ഷൻ എടുത്താണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഹൈഡ്രോഡൈനാമിക്സ്. റെസ്റ്റിൽ നിൽക്കുന്ന ഫ്ലൂയിഡ്സിന്റെ ഫിസിക്സ് ആണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്. ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫിസിക്സ് അത് ഹൈഡ്രോഡൈനാമിക്സ്. സോ നിങ്ങൾക്ക് ആദ്യം ഏത് ടോപ്പിക്കാണ് സെലക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് ഇവിടെ തീരുമാനിക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ പ്രഷർ, ഡ്രോപ്പ്, ബബിള്, കാപ്പിലാരിറ്റി, സർഫസ് ടെൻഷൻ, അത്തരം കാര്യങ്ങളിലേക്കാണ് പോവുക. അതിൽ നിന്ന് നീറ്റിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ ഹൈഡ്രോഡൈനാമിക്സ് എടുക്കുകയാണെങ്കിൽ ദ ഫേമസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, സ്റ്റോക്സ് ലോ, ടെർമിനൽ വെലോസിറ്റി, അത്തരം വിസ്കോസിറ്റി, അത്തരം കാര്യങ്ങളിലേക്ക് പോകും. സോ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുള്ളത്, ആ ഭാഗം സെലക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. സോ ഹൈഡ്രോസ്റ്റാറ്റിക്സ്, ഹൈഡ്രോഡൈനാമിക്സ് ഒരെണ്ണം സെലക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഒത്തിരി കാര്യങ്ങൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.